ഹായ് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സൂഫിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പം NIOSന്റെ ഇന്ത്യൻ കൾച്ചറിന്റെ ചാപ്റ്റർ 4ന്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതില് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് സൂഫിസത്തിന്റെ വളർച്ച. എങ്ങനെയാണ് സൂഫിസം ഇത്ര പോപ്പുലർ ആയിട്ട് വന്നത്? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ തന്നെ വേറൊരു ഭാഗമാണ്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇസ്ലാമിന്റെ ആധ്യാത്മികമായിട്ടുള്ള വിദ്യയെ പറ്റി പഠിക്കുന്നതാണ് ഈ സൂഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്ന് പറയുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ദൈവത്തെ ആരാധിക്കുന്നത്. മാത്രമല്ല എന്താണ്, ഇവർ പറയുന്നത് ദൈവവുമായിട്ട് ഇവർ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ സൂഫിസം ഫസ്റ്റ് ഉണ്ടായത് ഇറാനിലാണ്. അത് കഴിഞ്ഞിട്ട് തുർക്കിക്കാരുടെ ഭരണത്തോടു കൂടിയാണ് സൂഫിസം എങ്ങോട്ടേക്ക് വന്നത്, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. സൂഫിസത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് സന്യാസിമാരാണുള്ളത്. ഒന്ന് മൊയ്തുദ്ദീൻ സിയാദും ഹരിസുദ്ദീൻ ഹജ്ജും ആണ്. ഈ രണ്ടു പേരാണ് എന്താണ് സൂഫിസത്തിന്റെ പ്രധാനപ്പെട്ട സന്യാസികൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സൂഫിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂഫിസത്തിലുള്ള ആളുകൾ എന്താണ് കൂടുതലായിട്ടും സാധാരണക്കാരുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള ആളുകളാണ്. സാധാരണക്കാരുടെ കൂടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, സാധാരണക്കാരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക, ഒരാളാ അങ്ങനത്തെ ലൈക്ക് കുറച്ച് ആളുകളായിരുന്നു സൂഫിസത്തിനുള്ള ആള്. ഇവർക്ക് ഉയർന്നവർ താഴ്ന്നവർ എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്രിമിനേഷൻ സൂഫിസത്തിന്റെ ഇല്ലായിരുന്നു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് നാണയങ്ങൾ. പണ്ടത്തെ കാലഘട്ടത്തിൽ നാണയങ്ങളുടെ പ്രാധാന്യം എന്തോന്നായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, നാണയങ്ങൾ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ ഒത്തിരി നാണയങ്ങൾ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുവഴി നമുക്ക് മുഗളന്മാരെ പറ്റിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഡൽഹി സുൽത്താനിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ഭക്തി പ്രസ്ഥാനം. എന്താണ് ഭക്തി പ്രസ്ഥാനം? ഭക്തി പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള അടുക്ക, അതേപോലെ തന്നെ ദൈവത്തോടുള്ള സമർപ്പണം തുടങ്ങിയ കാര്യത്തെയാണ് നമ്മൾ ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഭാഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഭാഷയാണ് ഇവിടെ ഭാഷ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാനായിട്ടുള്ള ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ വരുന്ന ആളാണ് ഗുരുനാനക്. ഗുരുനാനക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്, ഇദ്ദേഹം ഏക ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം വിഗ്രഹാരാധനയും തീർത്ഥാടനത്തിനെയും ബലിയർപ്പണത്തിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എതിർത്ത ഒരു മനുഷ്യനും കൂടിയാണ്. ഇദ്ദേഹം പറയുന്നത് ദൈവത്തോട് അടുക്കുക എന്നുള്ളത് ആദ്യ പടി, അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുക എന്നുള്ളതിന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ തന്റെ പെരുമാറ്റം നന്നാക്കുക. തന്റെ പെരുമാറ്റം നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൈവത്തോട് അടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് രാമാനുജ. ആരാണ് രാമാനുജ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പുള്ളിക്കാരനും ഭക്തി മൂവ്മെന്റിൽ ഒരു സന്യാസിയാണ്. പുള്ളിക്കാരൻ എന്താണ്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വലിയൊരു ശിഷ്യനാണ് രാമാനന്ദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. രാമാനന്ദ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൂന്നാമത്തെ ആളാണ് രാമാനന്ദ. ഇദ്ദേഹം അലഹബാദിലാണ് ജനിച്ചത്, വാരണാസിയിലാണ് പഠിച്ചത്. ഈ രണ്ട് സ്ഥലത്തും പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, പുള്ളിക്കാരൻ എപ്പോഴും തെറ്റായിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ എതിർക്കുന്ന ഒരു മനുഷ്യനാണ് ഈ രാമാനന്ദ എന്ന് പറയുന്ന ആള്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കബീർ, നാലാമത്തെ ആളാണ്. കബീർ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം അത്രയ്ക്ക് ഫേമസ് ആണ്. എന്തുകൊണ്ടാണ് അത്രയ്ക്ക് ഫേമസ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി ആണ്. ഇദ്ദേഹത്തിന്റെ ലൈഫിൽ എല്ലാം സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകളുമായി പോയിട്ട് തീർത്ഥാടനം നടത്തുന്നു, അതേപോലെ തന്നെ സ്നാനം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും സിംപ്ലിസിറ്റി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ കബീർ എന്ന് പറയുന്ന ആള്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ മീരാഭായ്. ആരാണ് മീരാഭായ് എന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരത്തി നല്ല ഒരു എന്താ ഭക്തി സന്യാസിയാണ് മീരാഭായ് എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി കൂടുതലായിട്ടും ആരാധിച്ചത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ ഭഗവാനെയാണ് പുള്ളിക്കാരത്തി കൂടുതലായിട്ടും ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നിരവധി ഗാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരത്തി എഴുതിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരത്തി ഇങ്ങനെയുള്ള ഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇത് നാലാമത്തെ ചാപ്റ്ററിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 എന്തായാലും നമ്മുടെ ലിങ്കിലുണ്ട്. അപ്പൊ സോ എല്ലാവരും കാണുക. ബൈ.